ഹലോ ഗൈസ്, നമ്മൾ പണ്ട് ഒരുപാട് ഗെയിമുകൾ കളിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ ഇപ്പം ഗെയിമുകളെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി വന്ന കുറച്ച് ഗെയിമുകളുണ്ട്. അതിലെനിക്ക് ആദ്യം ഗെയിം കളിച്ച് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പം നമുക്ക് അവിടെ നിന്നാണെങ്കിൽ ഒരു ഫോൺ കിട്ടും. അതിനന്ന് 100 രൂപ ഉണ്ടായിരുന്നു വില. ഞാനത് 4 അങ്ങോട്ട് പഠിക്കുമ്പോൾ ഒരു 12, 13, 4 വർഷം മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ പോകുമ്പോൾ ഒരു ഫോൺ കിട്ടും. അതിലത് 10, 30 ഗെയിമുകൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അന്ന് ഭയങ്കര വാശി പിടിച്ച് കരഞ്ഞതാണ്. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തോളം ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ എനിക്കൊരു ഇതായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് അതല്ല, നമ്മൾ കീപാഡ് ഫോണുകളിൽ നമ്മൾ കളിച്ച് ഇപ്പം നമ്മുടെ സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന കുറച്ച് ഗെയിമുകളും, അല്ലാതെ പണ്ട് നമുക്ക് നൊസ്റ്റാൾജി ഉണർത്തുന്ന കുറച്ച് ഗെയിമുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെയായിട്ട് എനിക്ക് തോന്നുന്നത് ഡയമണ്ട് റഷാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ടച്ചാക്കാൻ കുറച്ച് ഡയമണ്ടും കുറച്ച് നിധി എടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിനകത്ത് കുറേ പാമ്പും പിന്നെ വലിയൊരു പാമ്പ്, അതിന് വായിൽ നിന്ന് തീ വിടുന്നൊരു പാമ്പും ഇതെല്ലാം വരും. എന്നിട്ട് ആ ചെറുക്കൻ നിധി എടുക്കാൻ പൊക്കോണ്ടേയിരിക്കും. അത് അങ്ങനെ ആ ചെറുക്കൻ്റെ ലൈഫായി കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു പണിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കായിരുന്നല്ലോ അങ്ങനെ. അപ്പോൾ ആദ്യത്തെ എനിക്ക് ഈയിടെയായിട്ട് പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോഴാണ് ഒരു ഗെയിം കണ്ടത്. പക്ഷേ അത് ഭയങ്കര നൊസ്റ്റാൾജിക് ഗെയിമായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മിനി മിൽഷ്യ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടന്മാരെ കളിക്കുന്ന സമയത്താണ് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് എല്ലാവരും കൂട്ടിയിട്ട് കളിക്കുന്നത്. നമ്മളാണെങ്കിൽ ഒരു 10, 15 കളി ചോദിക്കുമ്പോഴായിരിക്കും ഒരു കളി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനിടയ്ക്കെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് പൊക്കും. ഓഹ് ചേട്ടൻ എന്തൊരു കളി എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ ഫോൺ മേടിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് നമ്മളൊരു കളി കളിക്കും. ഒരു കളി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തോക്കുമ്പോൾ ആൾ വേറെ ആൾക്ക് ഫോൺ കൊടുക്കണം. അങ്ങനെയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. നമ്മൾക്ക് എന്തൊക്കെ ആ സമയത്ത് എന്താ കളി, നമ്മുടെ ചേട്ടന്മാരെല്ലാം അവിടെ വന്ന് വളഞ്ഞിട്ട് കൊല്ലും. പിന്നെ അതിനകത്ത് ബോംബൊക്കെ ഉണ്ടല്ലോ, അത് എറിഞ്ഞ് അതിനകത്ത് പോയി കയറും, ചാവും. അതൊക്കെ വൻ നൊസ്റ്റാൾജിയ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുറേ ബിൽഡേഴ്സ്, അന്ന് ആ സമയത്താണെങ്കിൽ ബാക്കി വീട്ടുകാർ നോക്കുന്നതിനൊക്കെ ഇതായിരുന്നു. ചേട്ടന്മാർ മറ്റേ ബിൽഡറെ വാങ്ങിക്കാണ്ട് ജെംസ് കൂട്ടി വെക്കുന്നത്. ഓഹ് എന്തൊരു സേവിങ്സ് ആയിരുന്നു. അതൊക്കെ ഒരു കാലം. അങ്ങനെ അത് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇപ്പോഴും പക്ഷേ അതുണ്ട്. ഇപ്പം അന്നൊക്കെ ഞാൻ കളിച്ച സമയത്തൊക്കെ ഒരു 13 ടൗൺ ഹാൾ വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ 16 ടൗൺ ഹാൾ വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കുറേയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയൻ്റൊക്കെ വൻ പവറായിരുന്നു. ഇപ്പോഴൊക്കെ ജയൻ്റ് ആണെങ്കിൽ വല്ലതിൻ്റെ ഫ്രണ്ടിൽ പോയി ഓൺ സ്പോട്ടിൽ തല്ലിക്കൊല്ലും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ് ഓഫ് പെർഷ്യയാണ്. പ്രിൻസ് ഓഫ് പെർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അഡ്വഞ്ചറസ് ഒരു ഗെയിമായിരുന്നു. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കീബോർഡ് ഫോണിൽ കളിച്ചതാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് ടാസ്കുകൾ തരും. അത് നമ്മൾ ചെയ്യണം. അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു. പിന്നെ ഇതിപ്പോൾ പറയാതെ പോകുന്ന പണ്ട് കളിച്ചിരുന്ന സ്നേക്കും പിന്നെ ക്രിക്കറ്റൊക്കെ ഉണ്ട്. ക്രിക്കറ്റൊക്കെ വൻ നൊസ്റ്റാൾജിയ ആയിരുന്നു. 5 കേൾക്കുമ്പോൾ അടിക്കും, 8 കേൾക്കുമ്പോൾ ഒന്നോട്ട് ഓടും, 2 കേൾക്കുമ്പോൾ പിന്നെ തിരിച്ചോടും. അങ്ങനെ കുറച്ച് നൊസ്റ്റാൾജിക്കുള്ള അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഡ്രീം ക്രിക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഗെയിംസ് ഉണ്ട്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അഞ്ചാമത്തെ ഗെയിമായിട്ട് എനിക്ക് അന്ന് കളിച്ച് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ ഫൈറ്റാണ്. ഷാഡോ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപോലെ തന്നെ ഇപ്പോഴും ഒരുപോലെ തന്നെ വൻ പൊളിയാണ്. ഇപ്പോൾ പിന്നെ ഗ്രാഫിക്സ് ഒക്കെ കുറച്ചുകൂടെയൊക്കെ നല്ലതാക്കി പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പം ഈ 5 ഗെയിംസാണ് ഇപ്പം അന്ന് കളിച്ചത്. ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ കൂടുതൽ ഗെയിംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇതുപോലത്തെ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ.